ഒരു കുട്ടി ജനിച്ച് 10-90 ദിവസം കഴിയുമ്പം നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വീട്ടിലേക്ക് വരുത്താറുണ്ട്. കുട്ടി എങ്ങനെ കമത്തി കിടത്താൻ പരിശീലിപ്പിക്കാം അല്ലേ? ഇല്ല അല്ലേ? അപ്പോൾ എനിക്ക് തെറ്റിയതാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരിക്കാനും അങ്ങനെ മുട്ടുകുത്താനും പഠിപ്പിക്കാനാണോ? അങ്ങനെ ഇരിക്കാനും മുട്ടുകുത്താനും നിരങ്ങാനും ഒക്കെ പഠിപ്പിക്കാൻ ഒരാൾ വെക്കാറുണ്ടോ ട്യൂഷൻ? ഇല്ല അല്ലേ? അപ്പോൾ എനിക്ക് എവിടെയോ തെറ്റ് പറ്റിയെന്നാണ്. ഇല്ല, ശരിയാണ്. നടക്കാൻ പഠിപ്പിക്കാനോ അല്ലേ? നടത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു PT മാഷെ കൊണ്ടുവരില്ലേ? അതുമില്ല. അവിടെയും എനിക്ക് പറ്റിപ്പോയി. അപ്പം ശരിയാണ്, ഒരു കാര്യം ശരിയാണ്. ഉമ്മാന്നും ഉപ്പാന്നും ഒക്കെ പഠിപ്പിക്കാൻ നേരത്തെ ഒരു മലയാളം ടീച്ചറെ നമ്മൾ ട്യൂഷന് വെക്കലുണ്ട് അല്ലേ? അവിടെ ഇല്ല. അപ്പം എൻ്റെ കാര്യം പോക്കാ. ഞാനീ കൊണ്ടുവന്നതൊക്കെ തെറ്റാ. പോട്ടെ. അപ്പോൾ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല അല്ലേ? അല്ല, തന്നെ പഠിക്കുന്നതാണ്. ഉപ്പാന്നും ഉമ്മാന്നൊക്കെ നമ്മളുടെ വായിൽ നിന്ന് വരുന്നത്, ചുണ്ടിൽ നിന്ന് അനങ്ങുന്നതൊക്കെ കണ്ടും കേട്ടും പഠിക്കുകയാണ്. ആണോ? അപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കണ്ട് കേട്ടാണ് കുട്ടികൾ ഓരോന്നും പഠിക്കുന്നത്. ആണ്? എതിരഭിപ്രായമൊന്നുമില്ല. അപ്പോഴാണ് എൻ്റെ ഒരു വലിയ സംശയം. അങ്ങനെയാണെങ്കിൽ കുട്ടി എല്ലാ കാര്യങ്ങളും പറയാനും കാണിക്കാനും ചെയ്യാനും ഒക്കെ പഠിക്കുന്നത് എല്ലാം വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് കണ്ടും കേട്ടുമാണ് പഠിക്കുന്നതെന്ന് എല്ലാവരും സമ്മതിച്ചു അല്ലേ? നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാനും സമ്മതിച്ചു. പിന്നെയാണ് എൻ്റെ ഒരു വലിയ സംശയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അച്ചടക്കം, അനുസരണ, മര്യാദ എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വടിയെടുക്കേണ്ടി വരുന്നതോടെ? നിന്നെ ഞാൻ അച്ചടക്കം പഠിപ്പിച്ചിട്ട്, നിന്നെ ഞാൻ അനുസരണ പഠിപ്പിച്ചിട്ട് ബാക്കി കാര്യം. നിങ്ങൾ തന്നെ പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് കണ്ട് കേട്ട് നമ്മൾ കാണിക്കുന്നതൊക്കെ കണ്ടും കേട്ടുമാണ് കുട്ടി പഠിക്കണമെന്ന്. ഈ അനുസരണ പഠിപ്പിക്കാനും അച്ചടക്കം പഠിപ്പിക്കാനും വടിയെടുക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞു, എന്നെ കണ്ട കിണ്ണം കെട്ട പോലെ തോന്നുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. സത്യം പറഞ്ഞോ? നമ്മള് യെസ്, സത്യം പറയാൻ രണ്ടുപേര് ധൈര്യം കാണിച്ചു. നല്ലൊരു കയ്യടി കൊടുത്തേ. പോരാ, ഈ കയ്യടി പോരാ, സത്യം പറയുന്നതിനുള്ള കയ്യടിയാണ്. ഓക്കെ. ഈ മര്യാദ എന്ന് പറയുന്ന സാധനം, അനുസരണ എന്ന് പറയുന്ന സാധനം, അച്ചടക്കം എന്ന് പറയുന്ന സാധനം കണ്ടും കേട്ടും പഠിക്കാൻ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കുടുംബത്തിൽ നിന്ന് ഈ സാധനം എന്ന് പറഞ്ഞ് പോയി ഇതാ അതേപോലെ വീട്ടിലില്ലേത്. വീട്ടിൽ ഈ സാധനം കണ്ടു പഠിക്കാൻ, കേട്ട് പഠിക്കാൻ നമ്മളുടെ അടുത്തുനിന്ന് ഈ സാധനം കുട്ടികൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? വടിയെടുത്ത് ട്രെയിനിങ് കൊടുക്കേണ്ടി വരുന്നു. വടിയെടുത്തിട്ട് എന്താ കൊടുക്കുന്നത്? നമ്മൾ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, അച്ചടക്കത്തിൻ്റെ, അനുസരണയുടെ. എന്നിട്ട് വലിയ വായിൽ പറയും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നതിൻ്റെ നിഴല് കണ്ടാൽ എൻ്റെ മക്കൾ പിന്നെ മിണ്ടൂല. പിന്നെ അവിടെ മണൽത്തരി വീണാലുള്ള കേൾക്കാവുന്ന നിശബ്ദതയായിരിക്കും. അപ്പം എൻ്റെ നിഴൽവട്ടം കണ്ടാൽ മതി, മക്കളൊക്കെ അച്ചടക്കമുള്ളവരായി. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? കുട്ടികളാരും മിണ്ടാതെ ഇങ്ങനെ ഒച്ചയെടുക്കാതെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം. സത്യത്തിൽ ഇത് അനുസരണയാണോ അച്ചടക്കമാണോ? ഇതിനെന്താണ് പറയാ? മികച്ച ട്രെയിനിങ് നൽകപ്പെട്ടതാണ്. നമ്മളുടെ അസാന്നിധ്യത്തിൽ എന്തു ആവാം, സാന്നിധ്യത്തിൽ മിണ്ടാണ്ടിരിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കലാണോ അച്ചടക്കം? നമ്മളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും വെറുതെ ബഹളം വെക്കുന്നത് തെറ്റ് തന്നെയാണെന്ന് കുട്ടി മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അച്ചടക്കവും മര്യാദ ഉണ്ടാകുന്നത്. മറിച്ച് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമുക്ക് കടുവയെയും സിംഹത്തിനെയും കൊണ്ട് വളയം ചാടിക്കുന്ന, സൈക്കിള് ചവിട്ടിക്കുന്ന സർക്കസിൻ്റെ റിംഗ് മാസ്റ്റർ ആവുക എന്നുള്ളതല്ല രക്ഷാകർതൃത്വം. രക്ഷിതാവാരാണ്? റിംഗ് മാസ്റ്ററാണോ? വടിയെടുത്തിട്ട് ചാടറ വളയം, ചവിട്ടറ സൈക്കിൾ എന്ന് പറയലാണോ? അപ്പോൾ റിംഗ് മാസ്റ്ററിങ് അല്ല എന്ത് രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടി മര്യാദയെ കാണിക്കുകയുള്ളൂ എന്നുള്ള ആത്മവിശ്വാസം എന്നിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ രക്ഷകർത്താവാകുന്നത്. മറിച്ച് ഞാൻ നല്ലൊരു റിംഗ് മാസ്റ്ററേ ആകുന്നുള്ളൂ. മൃഗങ്ങളെ കൊണ്ടും സൈക്കിൾ ചവിട്ടിക്കുന്ന, മൃഗങ്ങളെ കൊണ്ട് വളയം ചാടിക്കുന്ന നല്ലൊരു ട്രെയിനർ ആവാൻ എനിക്ക് കഴിയും. മറിച്ച് രക്ഷകർത്താവാൻ ഞാൻ പരാജയപ്പെട്ടു പോകും. അപ്പോൾ കുട്ടികളിൽ നമ്മളിൽ നിന്ന് കണ്ടു പഠിക്കാനുള്ളത് കുട്ടിക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെയാണ് അനുസരണ കുട്ടി പഠിക്കുന്നത്? എങ്ങനെയാണ് പഠിക്കുന്നത്? അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വന്നെങ്ങനെ നടു നിർത്തിയിട്ട് ഒന്ന് കിടക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് നിങ്ങൾ അടുക്കളയിൽ പണിയായതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടുന്നത്, നിങ്ങൾ അതൊന്നെടുത്തരും, എൻ്റെ കളിപ്പാട്ടം ഒന്നെടുത്തേരി. ഇതുവരെ ഒന്ന് കയ്യും കാലം അനങ്ങാതുള്ള രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇപ്പം ഇങ്ങോട്ട് വന്ന് കിടന്നിട്ടുള്ളൂ, കുറച്ച് കഴിയട്ടെ. അപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വന്ന ഞാൻ എൻ്റെ വിശ്രമം കഴിഞ്ഞിട്ട് എടുത്തു തരാം എന്നൊരു സന്ദേശം ഉമ്മ കുട്ടിക്ക് നൽകുന്നു.
പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉപ്പയോടും ഇതേ ആവശ്യം തന്നെ പറയാണ്, ഞാനൊന്ന് മേലൊക്കെ കഴുകി ഒരു ചായയൊക്കെ കുടിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്താ വെച്ചാൽ വേണ്ടത് ഞാൻ ചെയ്തു തരാം. ഇവിടെ ഉപ്പയും ഒരു സന്ദേശം നൽകുന്നു, എൻ്റെ വിശ്രമം കഴിഞ്ഞിട്ട് ഞാൻ നീ ആവശ്യപ്പെട്ട കാര്യം ചെയ്തു തരാം. തകർത്ത് കളിക്കുന്ന ഒരു കുട്ടി തലകുത്തി മറിയാണ്. അവൻ്റെ കളിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉമ്മ വിളിക്കുന്ന. കുട്ടി എന്താ പറയാ? ഞാനിപ്പോൾ കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയും. കാരണം എന്താ? കുട്ടിക്ക് നമ്മൾ കൊടുത്ത പാഠം, നമ്മളുടെ ഇഷ്ടം എന്താണോ അതിനാണ് പ്രഥമ സ്ഥാനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യണമെങ്കിൽ എൻ്റെ ഇഷ്ടം ഇപ്പോൾ ഉള്ള വിശ്രമം എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ടേ ഞാനത് ചെയ്തു തരുള്ളൂ. അങ്ങനെ പറയുന്ന കുട്ടിയിൽ കിട്ടുന്ന സന്ദേശം എന്താണ്? അവനവൻ്റെ ഇഷ്ടം കഴിഞ്ഞിട്ട് മതി മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നത്. അപ്പം അവിടെ എൻ്റെ ആ ഒരു ഇഷ്ടം മാറ്റി വെക്കുമ്പോൾ, നീ എത്ര വിഷമിച്ചിട്ട് എത്ര ക്ഷീണിച്ചിട്ട് വന്നിരിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ സംഗതി നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഉപ്പയുമ്മയാണെങ്കിലോ കുട്ടി പഠിക്കുന്ന ഒരു പാഠമുണ്ട് അതിനകത്ത്. എത്ര വലിയ ഇഷ്ടം എൻ്റേതാണെങ്കിലും ആ ഇഷ്ടം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. എൻ്റെ ഇഷ്ടം വെറുതെ ഇരിക്കലാണെങ്കിലും ആ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ഇഷ്ടം ഉമ്മ മാറ്റി വെക്കുകയാണ്. വിശ്രമം എന്ന് പറയുന്ന ഇഷ്ടം നീ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഞാൻ വേണ്ടെന്ന് വെക്കുന്നു, നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നു. അതിലൂടെ കുട്ടി പഠിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഭക്ഷണത്തിൻ്റെ സമയത്ത് കളിയാണ് എൻ്റെ ഇഷ്ടമെങ്കിലും എൻ്റെ ഉമ്മയുടെ വിളി വന്നു കഴിഞ്ഞാൽ ഇഷ്ടം ഞാൻ മാറ്റി വെക്കണം. പിന്നീട് എൻ്റെ ജോലി എന്താണ്? ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇതാണ് നല്ല സന്ദേശം എന്ന് പറയുന്നത്. ആ നല്ല സന്ദേശം നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം, ഉമ്മയുപ്പയും പറയുന്നതിന് ആവശ്യപ്പെടുന്നതിനാണ് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ വില അവർ പറയുന്ന കാര്യത്തിനാണ്. കാരണം ഞാൻ പറയുമ്പോൾ അതിനാണ് അവരും വില കൽപ്പിക്കാറുള്ളത്. എന്ന സന്ദേശം കുട്ടിയിലേക്ക് കിട്ടുമ്പം കുട്ടി എന്ത് മലമറിക്കുന്ന പണിയിലാണെങ്കിൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്ടങ്ങൾക്കല്ല, എന്നോട് എൻ്റെ ഉമ്മയോ ഉപ്പയോ പറയുന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള സന്ദേശം കുട്ടി നമ്മളിലൂടെ പഠിക്കുന്നു. ഇഷ്ടങ്ങൾ മാറ്റിവെക്കാനുള്ള, മറ്റൊരാൾക്ക് വേണ്ടി, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കാനുള്ള നല്ല പഠനം നമ്മളിൽ നിന്ന്, അനുസരണയുടെ അച്ചടക്കത്തിൻ്റെ പഠനം നമ്മൾ അറിയാതെ പകർന്നു കൊടുക്കുന്നു. കളവ് പറയുന്നതിനെ കുറിച്ച് നമ്മൾ വാചാലരാവാറുണ്ട്. കുട്ടികളോട് പറയാറുണ്ട്, കളവ് പറയരുത്, തല പോയാലും കളവ് പറയരുത്. ആരാണ് കളവ് പഠിപ്പിക്കുന്നത്, ശീലിപ്പിക്കുന്നത് ആരാണ്? ഈ ഫോൺ വന്നതിന് ശേഷം ഇതൊന്നിങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് പറയും, ആ ശരി, ഇല്ല ഇന്ന് കാണാൻ പറ്റില്ല, ഇല്ല ഞാൻ കുറേ ദൂരെയുള്ളത്, 2 മണിക്കൂറെങ്കിലും ഡ്രൈവ് ചെയ്താൽ എത്തുള്ളൂ. സ്ഥലം നിലമ്പൂർ ഭാഗത്താണ്. നിലമ്പൂർ? ആ അതെ. ഇല്ല താനൂർക്ക് എത്താൻ എങ്ങനെയായാലും 2-2.5 മണിക്കൂറെങ്കിലും എടുക്കും. ഇന്ന് കാണാൻ കഴിയില്ല, നാളെ. ആ ശരി, നാളെ. ഉറപ്പായിട്ട് നാളെ വിളിക്കും, 10 മണിക്ക്. ഓക്കെ ശരി. വീട്ടിലിരുന്നു കൊണ്ട് നിലമ്പൂരാണെന്ന് ഒരു മുട്ടൻ നുണയും പറഞ്ഞിട്ട് ഫോണ് വെച്ച് പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ മോൻ്റെ അടുത്ത് പോകുന്നത് എന്ന് പറഞ്ഞിട്ട്, മോനെ തല പോയാലും മക്കൾ കളവ് പറയരുത് കേട്ടോ. ഈ മുട്ടൻ നുണ ഞാൻ പറഞ്ഞിട്ട് വാഹി പൂട്ടുന്നതിന് മുമ്പ് ഞാൻ കുട്ടിയെ പഠിപ്പിക്കുകയാണ്, നുണ പറയരുത്. അപ്പം ഈ നുണ ശീലിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് 2 തരത്തിൽ നുണ പറയാൻ കഴിയും. ഒന്നെന്താണ്? പ്രവർത്തിക്കുന്ന ഒന്ന്, പറയുന്നത് മറ്റൊന്നെന്നുള്ള ആ ഒരു ഇരട്ട മുഖം കൂടി നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇനിയുള്ളത് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള മത്സരമാണ്. കുട്ടിയോട് ഏറ്റവും ഇഷ്ടം കാണിക്കാനുള്ളത്, ആർക്കാണ് ഇഷ്ടമെന്ന് തെളിയിക്കാനുള്ള മത്സരം എല്ലാ വീടുകളിലും നടക്കാറുണ്ട്. പലപ്പോഴും ആദ്യത്തെ കൺമണിയുടെ മുമ്പിൽ ഒരു 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ പെട്ടുപോകുന്ന ഒരു നാടകത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഇവർ വില്ലന്മാരാകുന്ന, ഉപ്പ പലപ്പോഴും വില്ലന്മാരാകുന്ന നാടകം എങ്ങനെയാണ് വീട്ടിൽ അരങ്ങേറണം എന്നുള്ളത്, ആ തിരക്കഥ ഉമ്മമാർ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതാണ്. എഴുതി തരപ്പെടുത്തി വളരെ ഭംഗിയായിട്ട് അവരത് നിർവഹിക്കുകയും ചെയ്യും. എങ്ങനെയായാലും പുതുക്കിന് കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ മുമ്പിൽ ഹീറോ ആകാൻ ആര് താല്പര്യപ്പെടും? ചെറുക്കൻ. പൊതുവെ എല്ലാ ചെറുക്കന്മാർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പെണ്ണിൻ്റെ മുമ്പിൽ ഒന്ന് നെഞ്ചു വിരിച്ചിട്ട് അവർക്ക് പറ്റാത്തൊരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ. ഉമ്മമാരെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ 3 വയസ്സുള്ള കുട്ടിയോട്, ആദ്യത്തെ കൺമണിയോട് ഉമ്മ പറയും, ഇപ്പം ഇങ്ങോട്ട് വരട്ടെ, നിനക്ക് നല്ലത് കിട്ടും മോനെ, ശരിയാക്കി തരാം നിന്നെ ഞാൻ. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ വികൃതിക്കും, നീ ചെയ്ത എല്ലാ വികൃതിയും ഞാൻ പറഞ്ഞു കൊടുക്കും, നിനക്ക് നല്ല കിട്ടും. മോനാണെങ്കിലും മോളാണെങ്കിലും ഉമ്മ ഇത് പറയും. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവനിന്ന് ചെയ്തത് കേൾക്കണം നിങ്ങൾക്ക്, ഇവളിന്ന് ചെയ്ത് കേൾക്കണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ പെണ്ണിൻ്റെ മുമ്പിലൊന്ന് ഹീറോ ആവണമല്ലോ. അവൾ പറഞ്ഞിട്ട് കേൾക്കാത്ത കുട്ടിയെ അനുസരിപ്പിക്കുന്ന ഞാൻ, നീ എപ്പോഴും നോക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അനുസരിപ്പിക്കാൻ എനിക്കേ കഴിയുള്ളൂ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ നാടകത്തിൽ എന്താകും, വെറുതെ ബലിയാടാകും. ചെന്ന് നിന്നിട്ട് ഇവിടെ വാടാ, നിൽക്കടാ, ഇവിടെ വരച്ചെടുത്ത് നിൽക്കടാ, കൈ കെട്ടടാ, ഉമ്മ പറഞ്ഞിട്ട് കേട്ടില്ല നീ, ഇനി അങ്ങാനും അനുസരണക്കേട് കാണിച്ചാൽ നിന്നെ ഞാൻ അങ്ങനെ ആക്കി കളയും, ഇങ്ങനെ ആക്കി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടിയെ വരച്ച് അവിടെ നിർത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് കരയിപ്പിക്കുന്ന കോലത്തിൽ നിർത്തിയിട്ട് ഒരു നോട്ടമുണ്ട്, കണ്ടില്ലേ? നിന്നെ കൊണ്ട് പറ്റാത്ത വരച്ച വരയിൽ നിർത്തിച്ചില്ല ഞാൻ, ഇതാണ് ഞാനെന്ന് പറയുമ്പോഴേക്കും ഈ മണ്ടൻ അറിയാതെ വില്ലനാകുകയും ഈ കരയുന്ന കുട്ടിയെ ഉമ്മൻ്റെ കുട്ടീനെ കരയിപ്പിച്ചിട്ടാ വേണ്ടട്ടോ നിൽക്കണ്ടട്ടോ അമ്മനിടിഞ്ഞ് മണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹം കാണിക്കുന്ന ഉമ്മ എന്ത് ചെയ്യും, നേരെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. പാവൻ ഈ മണ്ടനോ വില്ലനായത് അറിയാതെ ഞാനെന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വിജയിയെ പോലെ നടന്നു പോവുകയും ചെയ്യും. അപ്പം ഈ തിരക്കഥ കാലം പഴക്കമുള്ളതാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ തിരക്കഥയിൽ പലപ്പോഴും ഉപ്പമാർ വില്ലന്മാരാകുന്നത് ഇങ്ങനെ ഒരു വളരെ നല്ല ബുദ്ധിപൂർവ്വമുള്ള നാടകം കളിക്കുന്ന ഉമ്മമാരുടെ മിടുക്കുമാണ്. ഇതേ കളി തന്നെ ഉമ്മമാരുടെ അടുത്ത് തിരിച്ച് ഉപ്പമാർ ചെയ്യുന്ന ഒരു പണിയുണ്ട്. മക്കളുടെ അടുത്ത് ഏറ്റവും ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ട് വല്ല പാത്രവും മറ്റോ പൊട്ടി വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തട്ടിത്തടഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇപ്പം ശരിയാക്കി തരാം, മിണ്ടണ്ട പറയും. അപ്പോൾ അടുക്കളയിൽ നിന്ന് കേൾക്കാം, അതാണ്ട് കണ്ണ് തെറ്റിയാൽ പൊട്ടിക്കും, എനിക്കറിയാം, എനിക്ക് പണി ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഈ പണീൻ്റെ മേലെ ഞാൻ പൊട്ടിയതൊക്കെ കൂടി എടുത്തിട്ട് അവിടെ തറ തുടച്ച് ഇവിടെ തുടച്ച് രാവിലെ തുടച്ചതാണ്, ഇനി എനിക്ക് വയ്യ, ഇങ്ങനെ അവിടെ നിന്ന് പ്രാഗി പറയുമ്പോൾ ഇവിടെ നിന്ന് പിന്നെ കാണിക്കും, മിണ്ടല്ല അതിപ്പോൾ ശരിയായിക്കോളാം. അവൻ ആരാ പൊട്ടിച്ച്? അപ്പോൾ ഈ പൊട്ടിച്ച ആൾ ഇതിങ്ങനെ നോക്കുന്നുണ്ടാവും, ഉപ്പ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നോക്കുമ്പം അതെൻ്റെ കൈ തട്ടി താഴെ വീണ് പൊട്ടിയതാണ്. ഇതിലൂടെ കുട്ടി പഠിക്കും എന്ത് സംഭവിച്ചത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് എങ്ങനെയെന്ന്. ഇഷ്ടം കാണിക്കാൻ വേണ്ടി നമ്മൾ കളിക്കുന്ന നാടകത്തിൻ്റെ ബാക്കി പത്രമാണ് മക്കളിലേക്ക് പകർന്നു കിട്ടുന്ന കളവ്, സത്യം മറച്ചു വെക്കാനുള്ള രീതികൾ. ഇതൊക്കെയും നമ്മളിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ്. ഇതൊക്കെയും ചെയ്ത് മക്കളെ പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇവൻ എന്തോ പ്രശ്നമുണ്ട്, വായ തുറന്നാൽ ചെക്കൻ നുണയെ പറയുള്ളൂ. പാത്രങ്ങൾ പൊട്ടിച്ചിട്ട് അവനൊന്നും അറിഞ്ഞില്ല, ഞാനല്ല പൊട്ടിച്ചതെന്ന് മുട്ടൊന്നുണ പറയും. ഈ പ്രശ്നങ്ങളൊക്കെയും കുട്ടിയിൽ കുറ്റമായിട്ട് കണ്ടുപിടിക്കാനും നമ്മൾ മിടുക്കരാണ്. സത്യത്തിൽ കുട്ടി ഇതൊക്കെയും കണ്ടുപഠിച്ചത് നമ്മളിൽ നിന്നാണെന്നുള്ള സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറാണ് പതിവ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമുക്ക് വലിയ ആളുകൾക്ക് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. അത് കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിഴവുകൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വളർച്ചയുടെ ഘട്ടത്തിൽ തലച്ചോറിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. എല്ലാ വീട്ടിലെയും ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു കുട്ടി അടങ്ങിയിരിക്കൂല. ഏത് നേരം അവിടെ ചാടി ഇവിടെ ചാടി. ഈ ചെക്കന് ക്ഷീണമില്ലേ, ഇവനെന്താ വേർക്കൂലേ, എന്താ ഈ ചങ്ങാതി ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ, എന്താണ് മോനെ അതിന് പറയാം? ഏത് നേരം വിക്രസ് കളിച്ച് നടന്ന വീട്ടിൽ എന്താ പറയാ? നിന്നോട് മക്കളോട് ചോദിച്ചാൽ സത്യം പറയും. വികൃതി കളിച്ചാൽ ഉമ്മ വിളിക്കുന്ന പേരേതാ? ഇപ്പോൾ ഉള്ള പേരല്ലാത്ത. ഞാൻ അങ്ങോട്ട് വരണോ? ചെവിയിൽ സ്വകാര്യമായിട്ട് പറയാൻ പറ്റുമോ? പിന്നെ എന്തൊക്കെ പേരുകളാണ്? ഈ മൈക്കൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ മക്കൾ സത്യസന്ധമായിട്ട് പറയും. ഒരുപാട് നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ, ദേഷ്യം പിടിച്ച സമയത്ത് ഉമ്മയും ഉപ്പയും വിളിക്കുന്ന പേരുകൾ, പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ള സത്യം മക്കൾ പറയും. ഞാൻ ഏതായാലും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഓരോരുത്തരേക്ക് അങ്ങോട്ട് വരുന്നില്ല. നാടൻ ഭാഷയിൽ വല്ലാത്ത സാധനം, പിന്നെ വരട്ടെ, വലിയ ആൾക്കാർ തന്നെ പറഞ്ഞോ, നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരുകളല്ലേ. വല്ലാത്തൊരു സാധനം, പോട്ടെ, ആർക്കും താല്പര്യമില്ല. ഇത്രയും വലിയൊരു കുടുംബ സംഗമത്തിൽ നമ്മൾ വിളിക്കുന്ന പേരുകളും പറഞ്ഞ് ഇനിയിപ്പം സ്വയം മോശമാവണ്ട, പോട്ടെ, ഞാൻ തന്നെ പറയാം. സാധനത്തിൻ്റെ ഒപ്പം തന്നെ പറയും പൊട്ടിത്തെറുപ്പ്, ഇല്ലേ? പൊട്ടിത്തെറിച്ച് എന്ന് പറയും, ഇല്ലേ? പിന്നെയും വേറെ വാക്കുകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഇതൊക്കെയും കൊടുക്കുമ്പോൾ ഈ കുട്ടി എന്തുകൊണ്ട് അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ അടങ്ങിയിരിക്കാത്ത പ്രകൃതം, മറ്റുള്ളവരെ തള്ളിമറിച്ചിടുന്ന, വേദനിപ്പിക്കുന്ന, മറ്റുള്ള രീതിയിൽ ബുള്ളിയിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് കുട്ടി പോകുന്നത്? എന്തുകൊണ്ടാണ് കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റാത്തത്? ഇതാണ് ഏറ്റവും ആദ്യം ഉമ്മയിപ്പോയി അറിയേണ്ടത്. അങ്ങനെ അടങ്ങിയിരിക്കാത്ത കുട്ടി ഒരു പക്ഷേ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ
എന്ന് പറയുന്ന അസുഖം ഉള്ള കുട്ടിയായിരിക്കാം. ഇതൊരു അസുഖമായിട്ട് കാണണ്ട, തലച്ചോറിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലുണ്ടാകുന്ന ചെറിയ തോതിലുള്ള ഒരു പ്രശ്നമായിട്ട് കണ്ടാൽ മതി. ഇതിനിപ്പോൾ ചികിത്സയുണ്ട്, അത് തന്നെ മാറിപ്പോകുന്ന കേസുകളുണ്ട്, 90% തന്നെ മാറിപ്പോകുന്നതാണ്. പക്ഷേ ഈ ADD അല്ലെങ്കിൽ ADHD എന്ന് പറയുന്ന ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കുട്ടിയെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കാത്തത്. അത് ആ കുട്ടിയുടെ പ്രശ്നമല്ല, അവൻ്റെ തലച്ചോറിനകത്തുള്ള ചെറിയൊരു ഇംബാലൻസ് ആണെന്ന് മനസ്സിലാക്കുക. ആ കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു കെമിക്കൽ ഇംബാലൻസ്, അത്രയുള്ള പ്രശ്നം. അപ്പോൾ അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മിനിറ്റിൽ കൂടുതൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ അവൻ്റെ തലച്ചോറ് അവനെ സമ്മതിക്കില്ല. കുട്ടിക്ക് അറിയില്ല ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന്. കാരണം അവനത് മനസ്സിലാക്കാനുള്ള വിവരമോ വളർച്ചയോ ആയിട്ടില്ല. നമുക്ക് ചെയ്യാവുന്നത് കുട്ടിയെ ഇതിനു വേണ്ടിയിട്ട് ശിക്ഷിക്കാം, അടിക്കാം. ഈ അടി കിട്ടുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേതല്ലാത്ത ഒരു തെറ്റിന് ഞാൻ അടി വാങ്ങിക്കുന്നു. അവൻ അറിയില്ല എന്താണ് അവന് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ കുട്ടിയെ അടിക്കുന്ന രക്ഷിതാവ് ശ്രദ്ധിക്കുക, ഉമ്മയായാലും ഉപ്പയായാലും. ഈ അടി കിട്ടുന്ന കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചറോട് ചോദിച്ചു നോക്കുക, സ്കൂളിൽ ചേർത്ത കുട്ടിയാണെങ്കിൽ. എന്തെങ്കിലും ചെയ്തിട്ട് ഡാന്നോ ഡീന്നോ അല്ലെങ്കിൽ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ പേരിന് വിളി കേട്ട ഉടനെ അടി കിട്ടി ശീലിച്ച കുട്ടിയാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് എങ്ങനെ വന്നു നിന്ന് തരും? അല്ല, കൈ പിണച്ചു പിടിച്ചിട്ട് കാലിനോ ചന്തിക്കോ അടിക്കുന്നതാണെങ്കിൽ നേരെ വന്ന് എന്താ അടിച്ചോ പറഞ്ഞിട്ട് നിന്ന് തരും. ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ ടീച്ചേഴ്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് തല്ലുന്നതാണെങ്കിൽ കുട്ടിയെ ശ്രദ്ധിച്ച് നോക്കുക, ഇങ്ങനെ കുട്ടി കാണിക്കുന്ന കാണാം. ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ എന്താണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ എന്താ കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെൽഫ് ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടാക്കുകയാണ്. സ്വയരക്ഷ കരുതിയിട്ട് അതൊരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, എന്നെക്കൊണ്ട് പറ്റാത്ത ഒരു കുറ്റത്തിന്, എന്നെക്കൊണ്ട് കഴിയില്ല, അത് അങ്ങനെ കഴിയാത്തൊരു പ്രശ്നത്തിന് എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കഴിയില്ല. അവർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയണത് എന്നെ തല്ലലാണ്. ആ തല്ല് ആദ്യമേ ഏറ്റുവാങ്ങാൻ കുട്ടി സ്വയം സജ്ജനാവുന്നു അല്ലെങ്കിൽ സന്നദ്ധനാവുന്നു. അതാണ് ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടി തല്ല് വാങ്ങാൻ സ്വയം സന്നദ്ധനാവുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉമ്മ മനസ്സിലാക്കണം, ഉപ്പ മനസ്സിലാക്കണം. ഓരോ അടി കിട്ടുമ്പോഴും കുട്ടി ഉമ്മയുമായിട്ട് കുടുംബവുമായിട്ട് മനസ്സുകൊണ്ട് അകന്നകന്ന് പോവുകയാണ്. കുട്ടി അകന്നകന്ന് പോവുകയാണ്. ഭയങ്കര അകൽച്ചയാണ് കുട്ടിക്ക് ഉമ്മയോട് ഉപ്പയോട് ഉണ്ടാവുക. കാരണം കുട്ടിയുടെ മനസ്സിൽ എൻ്റെ മനസ്സ് കാണാൻ ഇവർക്ക് കഴിയില്ല, എൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റിയ രക്ഷകർത്താവല്ല ഇവരെന്നുള്ള ബോധ്യമാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത്. കാരണം അവൻ്റേതല്ലാത്തൊരു കുറ്റത്തിനാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നത്, അവനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തിന് ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള ബോധം കുട്ടിയിൽ വളരുമ്പോൾ എന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഉപ്പയല്ല ഉമ്മയല്ല എന്നുള്ള രീതിയിൽ കുട്ടി നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ എത്രത്തോളം വികൃതിയാണ്, കുരുത്തം കെട്ടതാണെന്നൊക്കെ പേരിട്ട് വിളിക്കുന്നതിന് പകരം ഇത് അവൻ്റെ പിടിയിലില്ലാത്ത, അവനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൻ്റെ ബലിയാടാണ് എൻ്റെ മോൻ, എൻ്റെ മോള് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക, നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറയാ, നീ പേടിക്കണ്ട, ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിന്നെ വികൃതിന്ന് ആൾ പറഞ്ഞോട്ടെ, ഉമ്മക്കറിയാം ഉപ്പക്കറിയാം എൻ്റെ മോൻ പാവാണ്, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, ഇതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം. മക്കള് വിഷമിക്കണ്ട, മോനമ്മ തല്ലൂല, ഉപ്പ തല്ലൂല, തല്ലാനല്ല, തല്ലലും ഇതൊന്നും ഇല്ലാതെ നിന്നെ ശരിയാക്കിയെടുക്കാൻ പറ്റും, നമുക്ക് ഈ കുറ്റങ്ങളൊക്കെ മാറ്റിയെടുത്ത് നല്ല കുട്ടിയാവാൻ നിനക്ക് പറ്റും എന്ന് ആത്മവിശ്വാസം കൊടുക്കുക. അതേപോലെ തന്നെ കുട്ടിയുടെ ഓരോ പ്രവൃത്തികളെയും ശ്രദ്ധിക്കുക. കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്, അതായത് കൂടുതൽ സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിമുകൾ, സിഗ്സാഗ് പസിലുകൾ, ഒരു 3 മിനിറ്റിൽ കൂടുതൽ കുട്ടിയുടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള കളറിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ കളർ പെൻസിലുകളും കളർ കൊടുക്കാൻ പറ്റിയ പുസ്തകങ്ങളും അങ്ങനെയുള്ള ചിത്രങ്ങൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അതിൻ്റെ മേലെ ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സിഗ്സാഗ് പസിൽ എന്ന് പറയുന്നത് വലിയ ചിത്രങ്ങൾ ഉണ്ടാകും, ഇങ്ങനെ പിച്ചി പറിച്ചിട്ടിട്ട് പിന്നെ വീണ്ടും ചേർത്ത് വെക്കുന്ന, കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ബോർഡുകൾ കൊടുന്നു വെക്കുക. അപ്പോൾ അതൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇരുന്ന് ആ കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അറിയാതെ ഒരിടത്ത് ഇരിക്കാനുള്ള അവൻ്റെ അറ്റൻഷൻ സ്പാൻ 3 മിനിറ്റിൽ നിന്നും 5 മിനിറ്റ് ആക്കാനും 5 മിനിറ്റ് 10 മിനിറ്റ് ആക്കാനും 10 മിനിറ്റ് 15 മിനിറ്റ് ആക്കാനുള്ള ബ്രെയിൻ എക്സസൈസുകൾ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. ഒരു ഉമ്മ എന്ന രീതിയിൽ നമുക്ക് പറ്റും, ഉപ്പ എന്ന രീതിയിൽ നമുക്ക് പറ്റും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ വികൃതി കാണിക്കുന്ന കുട്ടിയോട് വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നല്ലത് ചെയ്യുകയാണെങ്കിൽ
കുട്ടിയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉമ്മ വൈകിട്ട് ഉണ്ടാക്കി തരും. 10 നല്ല കാര്യം ചെയ്തു നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം താത്ത തരും, കാക്ക തരും എന്ന് പറയാൻ മൂത്ത കുട്ടിയെയും പ്രേരിപ്പിക്കുക. അങ്ങനെ മൂത്ത കുട്ടികളോട് പറയുമ്പോൾ പലപ്പോഴും തല്ലുപിടി ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കളിപ്പാട്ടമോ സമ്മാനമോ കുട്ടികളുടെ അടുത്ത് പരസ്പരം അവർ കലഹിക്കുന്ന സാധനങ്ങളുണ്ടാവും. അത് കിട്ടണമെന്ന് ചെറിയ കുട്ടി ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ടാവും. നീ അത് തല്ലിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത് കുട്ടിക്ക് തരാം. അത് തരണമെങ്കിൽ നീ ഇങ്ങനെയുള്ള വികൃതികൾ ഒഴിവാക്കുക. തല്ലിപ്പൊട്ടിക്കുന്നതും അങ്ങോട്ട് ചാടി മറിയണതും ഇങ്ങോട്ട് ചാടി മറിയണതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് അവിടെ ഇരുന്ന് നോക്ക്. അങ്ങനെ നീ ചെയ്യുന്ന 10 നല്ല കാര്യങ്ങൾ 10 കാര്യങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ നിനക്ക് 10 പോയിന്റ് ഇന്ന് വൈകിട്ട് നിനക്ക് ആ സമ്മാനം ഉമ്മ തരും. ഉപ്പ വന്നാൽ അത് വാങ്ങിച്ചു തരും. നിനക്ക് ഇഷ്ടമുള്ള പലഹാരം കിട്ടും, നിനക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടം കിട്ടും. ഇതിനിടയിൽ മോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഒരു വികൃതി കാണിച്ചാൽ നിനക്ക് 10 പോയിന്റിൽ നിന്ന് 1 പോയിന്റ് കുറയുക ചെയ്യാം. 8 തവണ നല്ല കാര്യം ചെയ്തിട്ട് 2 നല്ല കാര്യം കൂടി ചെയ്ത് 10-ൽ എത്തുന്നതിന് പകരം 3 വികൃതി നീ കാണിച്ചാൽ 8-ൽ നിന്ന് ഞങ്ങൾ 3 പോയിന്റ് കുറയ്ക്കും. 5 ആയി കഴിഞ്ഞാൽ നിനക്ക് സമ്മാനം കിട്ടൂല. 10-ൽ കുറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം കിട്ടൂല. 10 നല്ല കാര്യം ചെയ്താലേ ഇത് കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കിലൂടെ കുട്ടിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാനും കുട്ടിയെ നമ്മളോട് അടുപ്പിക്കാനും പറ്റിയ രീതിയിൽ കൂടുതൽ സമയം അവരോടൊത്ത് ചെലവഴിക്കാൻ, അവരുടെ ആ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാനുള്ള പല പരിപാടികളുമായിട്ട് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക. അവരോടൊത്ത് സമയം ചെലവഴിക്കാനുള്ള മനസ്സ് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിൽ നിന്നും കുട്ടിയെ മാറ്റി നടത്താൻ രക്ഷകർത്താവിന് തന്നെ കഴിയും. മനസ്സിലാക്കുക, ലോകത്തിലുള്ള ഒരു ഡോക്ടർക്കും, മനഃശാസ്ത്രജ്ഞനാവട്ടെ ജനറൽ ഫിസിഷ്യൻ ആവട്ടെ ആരായിക്കോട്ടെ, അവർക്കൊക്കെയും നമുക്ക് എഴുതി തരാവുന്നതും 3 നേരം വെച്ച് അരഭാഗവും കാൽഭാഗവുമായിട്ട് കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് വിഴുങ്ങാൻ പറയുന്ന ഗുളികകളെക്കാളൊക്കെയും ലോകത്തിലെ ഏത് മെഡിസിനേക്കാളും വലിയ മെഡിസിൻ, കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മരുന്ന്, കുട്ടിക്ക് ഫലവത്തായിട്ടുള്ള ഏറ്റവും നല്ല മരുന്ന് ഉമ്മയുടെ കയ്യിൽ ഉപ്പയുടെ കയ്യിലുണ്ട്. അത് ദിവസവും 3 നേരം എന്നല്ല, ദിവസവും നിങ്ങൾക്ക് കൊടുക്കാവുന്ന അത്രയും നിങ്ങൾ എടുത്തുപയോഗിക്കുക. ആ എടുത്തുപയോഗിക്കലാണ് കുട്ടിക്ക് ഈ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറി നടക്കാനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും ക്ഷമ തന്നെയാണ്. ആ ക്ഷമ എന്നുള്ള മരുന്നുള്ള വീട്ടിലെ കുട്ടിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചതെന്നോ കുരുത്തം കെട്ടതെന്നോ വല്ലാത്ത സാധനമോ ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റൂലാത്തൊരു സാധനമോ വീട്ടിൽ വിരുന്നുകാർ വരുമ്പം മുറിയിലിട്ട് പൂട്ടുന്ന കുട്ടിയോ അങ്ങനെയുള്ള കുട്ടിയല്ലാതായി മാറും നമ്മുടെ കുഞ്ഞുങ്ങൾ. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മരുന്ന് ഇങ്ങനത്തെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഉപ്പയുടെയും ഉമ്മയുടെയും ക്ഷമയാണെന്ന് മനസ്സിലാക്കുക. ആ ക്ഷമ കയ്യിലുള്ള ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇതൊരു പ്രശ്നമേ അല്ല. ഇങ്ങനത്തെ കുട്ടികൾ പ്രശ്നക്കാരേ അല്ല.